അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു ബൈനറി ഓപ്പറേഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറയാമെന്നുള്ളത് നോക്കാം. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. കണ്ടോ? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ എഗെയിൻ ഇവിടെ നമുക്ക് ഇൻറ്റീജർ അഡീഷൻ തന്നെ നോക്കാം. അപ്പോൾ 3 നമ്പേഴ്സ് എടുക്കുക, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ 3 നമ്പേഴ്സ് എടുക്കുക, 3, 4, 5 ഇങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം 3 സ്റ്റാർ 4 എന്ന് പറഞ്ഞാൽ 3 + 4, ഇവിടെ അഡീഷൻ ആണല്ലോ. 3 + 4 സ്റ്റാർ സി എന്ന് പറയുമ്പോൾ +5. നമുക്ക് എന്ത് കിട്ടും? 3 + 4 7, 7 + 5 12 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7 + 5 which is equal to 12. ഇതാണ് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് അല്ലേ? ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? ഇനി നമുക്ക് തിരിച്ച് എ സ്റ്റാർ ബി സ്റ്റാർ സി അതെങ്ങനെയായിരിക്കും വരിക നോക്കാം. അപ്പോൾ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എന്താണ് 3, 4, 5 അല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ 4 + 5 അല്ലേ? അതിൽ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? 3. അപ്പോൾ 3 + 4 + 5 ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സോ ദിസ് ഈസ് ഈക്വൽ ടു 3 + 4 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 9 അല്ലേ? സോ 3 + 9 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 12. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. കണ്ടോ? അപ്പോൾ 2 കേസിൽ നമുക്ക് 12 തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇൻറ്റീജർ അഡീഷൻ എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ കേസ് എടുത്താലും നിങ്ങൾക്ക് ഇതേപോലെ 3, 4, 5 എടുത്ത് നോക്കാം. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എന്താണ്? 3 × 4 × 5 വരും. 3 × 4 വരുമ്പോൾ 12, 12 × 5 60. അതേപോലെ തന്നെ തിരിച്ച് നോക്കാം. 3 × 4 × 5, 4 × 5 20. അതിൽ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 60 തന്നെയാണ് കിട്ടുക. സോ ഇൻറ്റീജർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. സബ്ട്രാക്ഷൻ, ഇൻറ്റീജർ സബ്ട്രാക്ഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.